നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുലാവാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ പുലാവിലേക്ക് കിടക്കാം. നന്ദി, നമസ്തേ. ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പുലാവാണ് കേട്ടോ. അതായത് ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കലത്തില് ഈ ബസ്മതി റൈസ് ഒരു 3 കപ്പ്, ചെറിയ കപ്പാണ് കേട്ടോ. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയൊരു കപ്പാണ്. ആ കപ്പിൽ 3 കപ്പ് എടുത്തിട്ട് കഴുകി ഞാൻ ഒരു കലത്തില് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇനി അതിൽ കുറച്ച് 2-3 ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഞാൻ പട്ട, അങ്ങനെ ആ മസാലക്കൂട്ടില്ലേ അതിൽ കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കുറച്ച് എല്ലാ സംഭവങ്ങളും അതിൽ ആ മസാലക്കൂട്ടിൻ്റെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് തക്കോലം, അതെല്ലാം ഞാൻ പൊട്ടിച്ച് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇട്ടു, അത്രയും മതി. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, തിക്കായിട്ടിരിക്കുക, അത് മെൽറ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യും ഇതിലേക്ക് ഒഴിച്ചു. വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു പുലാവ്. ഇന്ന് വെറുതെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവ്. കണ്ടില്ലേ? ഇനി ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കാം. ഇപ്പം ഞാനിത് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്തത് പറഞ്ഞു തരാം കേട്ടോ. കണ്ടില്ലേ, അരി തിളച്ചു. അപ്പം ഞാൻ ഒരു ലിഡ് എടുത്തിട്ട് ഞാൻ ഇത് അടയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ അരിയുടെ കുക്കിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണു കേട്ടോ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിടക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ റൈസ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് സ്ട്രെയിനറിലേക്ക്, അല്ലെങ്കിൽ നമുക്കിത് വാർക്കാം. ഓക്കെ, ഓൾറെഡി അത് നമ്മൾ സ്ട്രെയിനറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ക്ലിപ്പിട്ട് വാർക്കാം. ഞാൻ യൂസ് ചെയ്യണ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത്, എനിക്ക് സ്ട്രെയിനറിലേക്ക് ഇടുന്നതിലും എനിക്കിഷ്ടം ഒരു ക്ലിപ്പിട്ട് അരി വാർക്കണതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് സംഭവങ്ങൾ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. കണ്ടില്ലേ അത്. എന്നിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്ത് വെച്ചേക്കണ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഈ ചുമന്ന കളർ ഞാൻ ക്യാരറ്റ് ഈ ചോപ്പറിൽ കട്ട് ചെയ്തതുകൊണ്ട് ആ കളറ് വന്നതാട്ടോ. എന്നിട്ടാണ് സവാള കട്ട് ചെയ്ത്. അപ്പം സവാള ഉണ്ട് ഇതിൽ. ഒരു 2 സവാള, ഒരു പീസ് ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഇതെല്ലാം ഈ എന്താ പറയുക, ഈ ഒനിയൻ്റെ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ ക്യാപ്സിക്കം, കണ്ടില്ലേ? അത് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരു 2 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തേക്കണേ. കാരണം എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തു കേട്ടോ. ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഇതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അപ്പം അത് കടുക് പൊട്ടണ പോലെ പൊട്ടണം. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് ഈ ബേ ലീവ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അമ്മയുടെ അവിടെ പോയാൽ, തൊട്ടപ്പുറത്ത് അമ്മയുടെ വീടുണ്ട്, അവിടെ പോയാൽ ഇത് ഫ്രഷ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് പോകാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇടുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മസാലക്കൂട്ടിലെ കുറേ ഐറ്റംസ് ഇല്ല, അതെല്ലാം ഇതിലേക്ക് ഇടുക. നേരത്തെ നമ്മൾ റൈസിനകത്ത് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഇടുക കേട്ടോ. കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവൂല മസാലക്കൂട്ടിൽ. അപ്പോൾ ഏതാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. തക്കോലൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, കാണുന്നില്ലേ? ഞാനിതൊന്ന് ഫ്രൈ ആക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു പാക്കറ്റ് എപ്പോഴും വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ.
ഒരു പാക്കറ്റല്ല 2-3 പാക്കറ്റ് വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഇത് ബോക്സിൽ ഒരു പാക്കറ്റ് ഇട്ട് വെക്കും. തക്കോലം ഒരെണ്ണം കിട്ടി ആ പാക്കറ്റിൽ നിന്ന്. തക്കോലം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ തക്കോലം ഇട്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്യാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരിഞ്ചീരകം മസ്റ്റായിട്ട് വേണം. അപ്പൊ അതും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് സിമ്മിൽ വെക്കുക. അതിനുശേഷം ഞാൻ ചെയ്യണത്, നമ്മളിവിടെ ഓൾറെഡി ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ച ആ ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിനകത്ത് ഇടുക കേട്ടോ. അതൊന്ന് ഫ്രൈ ആയിട്ട് ബാക്കി ഇടാം നമുക്ക്. അപ്പൊ അതൊന്ന് ഫ്രൈ ആവട്ടെ. അതൊന്ന് ഫ്രൈ ആവുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ? അപ്പം നമ്മുടെ റൈസ് പെട്ടെന്നായി. പിന്നെ നമുക്കത് മിക്സ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിൽ വെക്കാറുണ്ട്. ഞാൻ കുക്കറിൽ ഓൾറെഡി പുലാവോ ബിരിയാണി എന്തോ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിടാം കേട്ടോ. ഈ ഇല നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരെണ്ണമായിട്ട് ഇടാമെന്നില്ല. അമ്മയുടെ അവിടെ പോയാൽ അവിടെ അമ്മയുടെ ഇതിന് മരമുണ്ട്. പക്ഷെ എനിക്കിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ കത്രിക എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ 2-3 കട്ട് ചെയ്തിട്ടാൽ നല്ലതാണ്. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ചെയ്യാം നെയ്യിൽ. അല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം. ഞാൻ ഇത് സൺഫ്ലവർ യൂസ് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ പലഹാരങ്ങൾ മീൻസ് നമുക്ക് ചിപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സൺഫ്ലവറിൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നെയ്യിലാണ് ഇത് ഉണ്ടാക്കണേ. അപ്പൊ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കുക. അപ്പൊ അത് ഫ്രൈ ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു വീഡിയോ മിസ്സായി. ക്യാപ്സിക്കം ഞാൻ ഇട്ടത് നിങ്ങളെ കാണിച്ചല്ലോ, അതിട്ടപ്പോ ആ വീഡിയോ മിസ്സായി പോയിട്ടോ. അപ്പോ ക്യാപ്സിക്കാണ് രണ്ടാമത് ഇട്ടത് കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ചെയ്തെന്ന് വിചാരിച്ചു, അപ്പൊ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മനസ്സിലായില്ലേ, രണ്ടാമത്തെ ഐറ്റം ക്യാപ്സിക്കം ഇട്ടു. അതൊന്ന് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മള് ഫ്രോസൺ ലാസ്റ്റ് ഇട്ടാൽ മതി. കാരണം ഓൾറെഡി കുക്ക്ഡാണ് ഫ്രോസൺ ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. ക്യാരറ്റും കൂടി ഇടുക. ഫ്രോസൺ ഇടയ്ക്കൊക്കെ ഓരോന്ന് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. കണ്ടില്ലേ, പ്ലേറ്റിൽ ഒരുമിച്ച് വെച്ച കാരണം ഇടയ്ക്കൊക്കെ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് കയറി വരുന്നുണ്ട് കേട്ടോ ഫ്രൈ ആക്കാൻ. അത് കുഴപ്പമില്ല. അപ്പൊ ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യണത്, അപ്പം എനിക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, എന്നിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പം അതിൻ്റെ കൂടി ഇത് കുക്കാവണം. അതാണ് ഫ്രൈ ചെയ്യല്ല മെയിനായിട്ട്, ഇത് കുക്കും ആവണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഒരു ലിഡ് വെച്ച് അടയ്ക്കട്ടെ. അപ്പം ഇതൊന്ന് കുക്കാവണ വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് വെയിറ്റ്. ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത്, ഞാൻ കുറച്ച് പുതിന കഴുകി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. കണ്ടില്ലേ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതും ഒന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് അടുത്തത് നിങ്ങളെ കാണിക്കാം കേട്ടോ. കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ ഇതുണ്ടാക്കിയത് കഴിഞ്ഞു. ഫൈനൽ സ്റ്റേജാണ്. ഇനി നിങ്ങളെ ഒരു കാണിച്ചു. ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾ എടുത്തു, കുറച്ച് റൈസ് ഇട്ടു. അങ്ങനെ ഞാനിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ പുലാവിന് ചെയ്യാറ് കേട്ടോ. അപ്പോൾ കാണിക്കാൻ നിങ്ങൾക്ക്. ഞാൻ ഇന്ന് റൈസ് കൂടുതലാണ് എടുത്തേക്കണത്. അത് കുഴപ്പമില്ല, എനിക്ക് നാളേക്ക് യൂസ് ചെയ്യാൻ പറ്റും. റൈസ് കുറച്ച് കൂടുതലായിപ്പോയി, കുഴപ്പമില്ല. ദേ ഈ മസാലകളിട്ടു. മസാല എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കേട്ടോ, അതിട്ടു. ഞാൻ കുറച്ച് റൈസ് ഇട്ടു. അത് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഇതെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ നല്ല റൈസും നല്ല കുഴയാണ്ട് നല്ല വെറുന്ന് കിടക്കണു. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇത് മുഴുവൻ ഞാൻ സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്സിങ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവൻ റൈസ് എടുക്കുന്നില്ല, മസാലകൾ എടുക്കുന്നുണ്ട്. എനിക്ക് നാളെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്താൽ മതി. റൈസ് കുറച്ചധികം ഞാൻ എടുത്തു, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുക, മിക്സ് ചെയ്യുക. കണ്ടില്ലേ,
നല്ല അടിപൊളിയായിട്ടുള്ള പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നിങ്ങളെ ഫൈനൽ സ്റ്റേജ് എത്തി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പുലാവ് റെഡിയായി. ഒട്ടും എല്ലാം വെറുവെറുന്ന് കിടക്കുകയാണ് കേട്ടോ. ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. കാരണം അത് ആ കുക്കിംഗ് ടൈമാന്ന് പറയുന്നത് നമ്മളിവിടെ സവാള വഴറ്റുമ്പോൾ നമ്മളത് നോക്കണം. കാരണം അത് നമ്മുടെ റൈസ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ ലാസ്റ്റത്തെ ആട്ടോ, കഴിഞ്ഞു. എൻ്റെ മസാലക്കൂട്ട് കഴിഞ്ഞു. അപ്പം അതിനുള്ള റൈസും കൂടി കുറച്ചും കൂടി ഇട്ടിട്ട് ഞാൻ നിങ്ങളെ ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒരു കാര്യം ചെയ്യണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇനി കണ്ടല്ലോ, കുറച്ചുകൂടി റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എനിക്കിനി ഒരാൾക്ക് ഊണ് കഴിക്കാനുള്ള റൈസ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അത് നാളെ നാളെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഓവറായി. ഇതിപ്പോൾ ഞാനും മദറിൻലോവും മോനും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് സ്ഥലത്തില്ല. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് അധികമാണ്. അപ്പം ഞാനിത് ഇത്രയും ആക്കി നിർത്തുകയാണ്. എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഞാനിവിടെ ഈ സ്ക്യൂസറിൽ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഹാഫ് ചെറുനാരങ്ങ. അതൊന്ന് അതാണ് ഫൈനൽ. കണ്ടില്ലേ, ഇതിലേക്ക് ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കണം. കണ്ടില്ലേ, അതാണ് ഫൈനൽ സ്റ്റേജ്. ഒരു ഹാഫ് ചെറുനാരങ്ങ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അസൽ പുലാവ് കിട്ടും കേട്ടോ. എളുപ്പമാണ്, വല്ലാണ്ട് ബുദ്ധിമുട്ടില്ല. കുക്കറോ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഇത് ഉണ്ടാക്കാം. കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്.